ഇവരോടൊപ്പമായിരുന്നു എന്റെ യാത്ര. ഡാൻസ് മാസ്റ്റർ വിക്രം സാറിന്റെ ഏതോ അടുത്ത ശിഷ്യനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഡാൻസിൽ കൂടെയുള്ളവർ ആഹ്ലാദിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റെപ്പുകൾ കണ്ട് മറ്റുള്ളവർ അനുകരിക്കുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു ചേച്ചി എന്തോ അരി കുഴയ്ക്കുന്നത് പോലത്തെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. മംഗോളിയൻ ലുക്കിലുള്ള ഒരു ചേച്ചി ദാ ഈ ഇരിക്കുന്നു. ഫ്രണ്ടിലിരിക്കുന്നവർ ഇതൊന്നുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന മട്ടിലായിരുന്നു ഇരിപ്പ്. എങ്കിലും എന്തൊക്കെയോ ക്യാമറ കണ്ടപ്പോൾ ആംഗ്യം കാണിച്ചു. ഡ്രൈവർ ആകട്ടെ നേരെ തന്നെ നോക്കി വണ്ടി ഓടിക്കുന്നു. പാട്ടുകൾ മാറുന്നതനുസരിച്ച് ഓരോരുത്തരായി പുതിയ പുതിയ സ്റ്റെപ്പുകൾ കൊണ്ടുവന്നു. ഇടയ്ക്കെവിടെയോ വെച്ച് അവർ വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കാനിറങ്ങി. കൂടെ എനിക്കും തന്നു. ചായ എനിക്ക് തന്നപ്പോൾ കുറച്ചു വൈകി. ആയതിനാൽ വണ്ടിയിലിരുന്നായിരുന്നു ചായ കുടി. കൂട്ടത്തിലെ ഏറ്റവും നല്ല ഗായകനാണെന്നാണ് തോന്നുന്നത് ഇദ്ദേഹം. ഒരുപാട് സംഗതികൾ എല്ലാം അദ്ദേഹത്തിന് വശമായിരുന്നു. മറ്റുള്ളവർ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നുണ്ടായിരുന്നു. അതനുസരിച്ച് അദ്ദേഹത്തിന്റെ പാട്ടിൽ അദ്ദേഹം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരുന്നു. കൂടുതലായി അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത്, ഞാൻ കുളിച്ചിട്ട് തന്നെ 5-6 ദിവസമായി. ഇതിനു മുൻപ് 2-3 പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം പോയിട്ട് വരുന്ന വഴിയാണ് ഈ യാത്ര എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പിന്നീട് കാൽവരി മൗണ്ടിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് സഞ്ചാരികൾ അവിടെ എത്തിയിരുന്നു. കല്യാണത്തണ്ട് അല്ലെങ്കിൽ 10ാം മൈൽ എന്നറിയപ്പെടുന്ന കാൽവരി മൗണ്ട് ഏകദേശം 200 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് പ്രകൃതി സ്നേഹികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഇടുക്കി റിസർവോയറിന്റെയും അതിന്റെ ചുറ്റുമുള്ള കൊടുമുടികളുടെയും വനങ്ങളുടെയും ആകാശ കാഴ്ച ഇവിടെ നിന്നും വളരെ മനോഹരമായി കാണാവുന്നതാണ്. ഒരു കാലത്ത് ഒറ്റപ്പെട്ട സ്ഥലമായിരുന്ന ഇത് ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് ശേഷമാണ് ഏറെ പ്രശസ്തി നേടിയത്. ഏറെ നേരം അവിടെ നിൽക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. മനസ്സിലാ മനസ്സോടെ തന്നെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു. ചോളങ്ങൾ നട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അയ്യപ്പനെ കാണാനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഈ യാത്ര. പോകുന്ന വഴിയിൽ കാളകളുമായി വരുന്ന ഒരു കൂട്ടം സംഘങ്ങളെ ഞങ്ങൾ കണ്ടു. വണ്ടിയിലിരിക്കുന്നവർ പല അഭിപ്രായങ്ങളായിരുന്നു അവരെപ്പറ്റി പറഞ്ഞത്. കാളവണ്ടിയാണെന്നും കാളയെ മാർക്കറ്റിൽ നിന്നും വാങ്ങി വരുന്നതാണെന്നും അങ്ങനെ പലതരം അഭിപ്രായങ്ങൾ. മണ്ടത്തരങ്ങളാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് മുന്തിരിത്തോട്ടത്തിലേക്കായിരുന്നു. മുന്തിരിത്തോട്ടത്തിലെ സ്ഥിരം കാഴ്ചയായ ഫോട്ടോ എടുക്കുന്നതും മുന്തിരിക്കുലയിൽ തൂങ്ങുന്നതുമെല്ലാം ഞാൻ ഒഴിവാക്കി. കുറച്ചു ചെന്നപ്പോൾ 3 മിനിറ്റ് ഈ കാണുന്ന വളയത്തിൽ വിടാതെ പിടിച്ചു നിന്നാൽ 500 രൂപ ലഭിക്കുമെന്ന് കേട്ടപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരുത്തൻ ചാടി അത് ഏറ്റുനിന്നു. കൂട്ടത്തിലുള്ളവർ ഇല്ലാത്ത ധൈര്യം കൊടുത്ത് അവനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ഇതിനു മുന്നേ ഇത് പയറ്റിയിട്ടും പരാജയപ്പെട്ടവർ ഇപ്പോൾ കിട്ടും എന്ന മട്ടിൽ പുറകിൽ നിന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു. ഏറെ ആകാംക്ഷയോടെ അവൻ ഈ ചലഞ്ചിൽ വിജയിക്കുമോ എന്ന് ഞങ്ങൾ ഉറ്റുനോക്കുകയായിരുന്നു. മൽപ്പിടുത്തവുമായി കമ്പിയിൽ അവൻ തൂങ്ങിക്കിടക്കുമ്പോൾ ഇല്ലാത്ത ധൈര്യം വീണ്ടും വീണ്ടും അവന് നൽകുകയായിരുന്നു. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും
ഈ വിരുദ്ധൻ ഈ ചലഞ്ചിൽ പരാജയപ്പെട്ടു. തുടർന്ന് ഞങ്ങൾ ആമപ്പാറ ഓഫ് റോഡ് വഴി ഒരു ജീപ്പ് ട്രക്കിങ്ങും നടത്തി. എന്റെ കൂടെയുള്ളവരും ഡ്രൈവറും എന്തൊക്കെയോ സംസാരിക്കുന്നു. ഞങ്ങളുടെ വാഹനത്തിന്റെ ഡ്രൈവറോട് അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചപ്പോൾ വളരെയേറെ ഹാസ്യവൽക്കരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്കിൽ എന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലാകും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അത് കേട്ടതും ഞങ്ങളുടെ കൂട്ടത്തിലെ ഏതോ ഒരു ബുദ്ധിമാൻ അപ്പോൾ തന്നെ ചോദിച്ചു, രതീഷ് എന്നല്ലേ പേരെന്ന്. മറുപടിയായി വെറും ചിരി മാത്രമായിരുന്നു ഡ്രൈവറിൽ നിന്നുമുണ്ടായത്. ഏറെ സാഹസികത നിറഞ്ഞ യാത്ര തന്നെയായിരുന്നു അത്. വണ്ടിയിലുള്ളവർ എന്തൊക്കെയോ ഉറക്കെ ഉറക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാം ഓരോരോ മണ്ടത്തരങ്ങൾ. എന്തുതന്നെ ആയിരുന്നാലും യാത്ര അതിമനോഹരമായിരുന്നു. ഇതുവരെയും അനുഭവിക്കാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയായിരുന്നു ഇത്. മനോഹരമായ കാഴ്ചകളും അതിശയിപ്പിക്കുന്ന അനുഭവങ്ങളും പ്രദാനം ചെയ്യുന്ന വളരെ മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ് ആമപ്പാറ. എല്ലാവർക്കും ഒറ്റ വണ്ടിയിൽ പോകുവാൻ കഴിയില്ല എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. ഈ വഴിയിലൂടെ ജീപ്പ് ട്രക്കിംഗ് നടത്തി ഉപജീവനമാർഗം കണ്ടെത്തുന്ന ഒരുപറ്റം ആളുകൾ. ഈ യാത്ര നേരിട്ട് അനുഭവിച്ചറിയുവാൻ എത്തുന്ന ഒരുപറ്റം സഞ്ചാരികൾ. വളരെ മനോഹരമായിരുന്നു ഈ യാത്ര. കുണ്ടും കുഴിയും നിറഞ്ഞ ഈ വഴിയിലൂടെ വാഹനങ്ങൾ കയറി വരുന്നത് കാണുവാൻ തന്നെ ഒരു ചന്തമുണ്ടായിരുന്നു. ഭീമൻ പാറകൾ പരസ്പരം ചാരി നിൽക്കുന്നു. അതിന്റെ ആകൃതി ആമയോട് സാദൃശ്യമുള്ളതിനാൽ ആമപ്പാറ എന്ന പേര് ലഭിച്ചു. ആമപ്പാറയ്ക്കടിയിലൂടെയുള്ള യാത്ര ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു. പാറകൾക്കിടയിലൂടെയുള്ള വളരെ നേർത്ത വഴിയിലൂടെ അപ്പുറത്തേക്ക് കടക്കുവാൻ ശ്രമിച്ചു. വളരെ സാഹസികത നിറഞ്ഞ യാത്ര തന്നെയായിരുന്നു. ഇഴഞ്ഞും കമന്നും മലന്നുമൊക്കെയായിരുന്നു ഓരോരുത്തർ അവിടെ നിന്നും കടന്നു വന്നത്. മുന്നിൽ കയറി വരുന്നവർ പുറകിലൂടെ കയറി വരുന്നവരെ നോക്കി ചിരിക്കുകയായിരുന്നു. കൂടെ ഓരോ കമന്റുകളും. പാറയ്ക്കടിയിലൂടെ ഈ കടന്നുവരുന്ന വരവ് നമ്മൾ നേരിട്ട് തന്നെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിനിടയിൽ ഞങ്ങളുടെ ജീപ്പ് ഡ്രൈവർ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും തരുന്നുണ്ടായിരുന്നു. മുകളിൽ നിന്നും നോക്കിയപ്പോഴാണ് ആമയുടെ ഈ രൂപം കണ്ടത്. ഒട്ടേറെ പേർ ഉപജീവനമാർഗമായി ജീപ്പ് ട്രക്കിംഗ് നടത്തുന്നുണ്ടെന്ന് ഈ കാഴ്ചയിലൂടെ എനിക്ക് മനസ്സിലായി. അവിടെ നിന്നും ദൂരെ നോക്കിയപ്പോഴാണ് കാറ്റാടി യന്ത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന യന്ത്ര സംവിധാനമാണ് കാറ്റാടി യന്ത്രം. അടിത്തറയിൽ ഉറപ്പിച്ച ഒരു ടവറിന്റെ മുകളിലായി ഘടിപ്പിച്ച ഒരു പ്രൊപ്പല്ലർ, ജനറേറ്റർ എന്നിവയടങ്ങുന്നതാണ് കാറ്റാടി യന്ത്രം. തുടർച്ചയായി കാറ്റ് ലഭ്യമാകുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഈ സംവിധാനം ഏർപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. കാറ്റിന്റെ വേഗത്താൽ ഈ പ്രൊപ്പല്ലർ കറങ്ങുമ്പോൾ ഇതിലെ ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു.
കുറവന്റെയും കുറത്തിയുടെയും പ്രതിമ ഇവിടെ നിന്നും കാണാമായിരുന്നു. ഏറെ നേരം ഞാൻ ആ കാറ്റാടി യന്ത്രങ്ങളിലേക്ക് നോക്കി നിന്നു. പിന്നീട് അവിടെ നിന്നും ഞങ്ങൾ രാമക്കൽമേടിന്റെ ആ സുന്ദരമായ കാഴ്ചയിലേക്ക് നടന്നു നീങ്ങി. എന്തോ അവിടെ കൊടുക്കുന്നുണ്ട് എന്ന മട്ടിലായിരുന്നു എന്റെ കൂടെ വന്ന സഹയാത്രികർ മുന്നോട്ട് ഓടുന്നത്. വളരെയേറെ സാഹസികവും ആവേശകരവുമായ യാത്രയായിരുന്നു ഇത്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് രാമക്കൽമേട്. തേക്കടി മൂന്നാർ റൂട്ടിൽ നെടുംകണ്ടത്തിന് 15 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. കേരള തമിഴ്നാട് അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1100 മീറ്റർ ഉയരത്തിലാണ് രാമക്കൽമേട്. നിലയ്ക്കാത്ത കാറ്റിനാൽ സമ്പന്നമാണിവിടം. ഇവിടെ നിന്നും നോക്കിയാൽ തമിഴ്നാടിന്റെ ദൂരക്കാഴ്ചകളും കൃഷിയിടങ്ങളും കാണാം. പ്രസിദ്ധമായ ശ്രീരാമ ദുർഗ ഭഗവതി ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ത്രേതായുഗ കാലത്ത് സീതയെ അന്വേഷിച്ച് ശ്രീലങ്കയ്ക്കുള്ള ശ്രീരാമൻ യാത്രാമധ്യേ ഈ മേടിലിറങ്ങിയെന്നാണ് ഐതിഹ്യം. സേതുബന്ധത്തിനായി രാമേശ്വരം തിരഞ്ഞെടുത്തത് ഇവിടെ വെച്ചായിരുന്നു അത്രേ. ശ്രീരാമൻ പാദങ്ങൾ പതിഞ്ഞതിനാലാണ് ഈ സ്ഥലത്തിന് രാമക്കൽമേട് എന്ന പേര് വന്നത്. മറ്റൊരു ഐതിഹ്യം മേടിന് മുകളിലെ കല്ലുമ്മേൽ കല്ലുമായി ബന്ധപ്പെട്ടതാണ്. വനവാസകാലത്ത് പാണ്ഡവന്മാർ ഇവിടെ വന്നപ്പോൾ ദ്രൗപദിക്ക് മുറുക്കാൻ ഇടിച്ചു കൊടുക്കാൻ ഭീമസേനൻ ഉപയോഗിച്ചതാണ് ആ കല്ല് എന്നുമാണത്. ഇന്ത്യയിൽ ഏറ്റവുമധികം കാറ്റ് വീശുന്ന ഒരു സ്ഥലവുമാണിത്. കൂടാതെ മണിക്കൂറിൽ ശരാശരി 32.5 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാറുണ്ട്. ചില അവസരങ്ങളിൽ അത് മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെയാകും. അതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിൽ കാറ്റാടി യന്ത്രങ്ങൾ അധികമായി നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അവിടെ നിന്നും ഞങ്ങൾ തിരിച്ച് മറ്റൊരു വഴിയിലൂടെയായിരുന്നു പോന്നത്. എങ്കിലും അതും വളരെയധികം സാഹസികത നിറഞ്ഞ വഴി തന്നെയായിരുന്നു. നേരിൽ അനുഭവിച്ചു തന്നെ അറിയേണ്ട ഒരു യാത്ര തന്നെയായിരുന്നു അത്. ജീപ്പിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി മടങ്ങുന്നേരം അത്ര നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ജീപ്പിന്റെ ഡ്രൈവർ രതീഷ് ചേട്ടനോട് യാത്ര പറഞ്ഞു. തുടർന്ന് ഞങ്ങൾ അവിടെ നിന്നും കുറവൻ കുറത്തി പ്രതിമകളുടെ അടുത്തേക്കാണ് പോയത്. ഒരുപാട് സഞ്ചാരികൾ വന്നിറങ്ങി പോകുന്നുണ്ടായിരുന്നു ഈ പ്രദേശത്ത്. രാമക്കൽമേടിലേക്ക് വരുമ്പോൾ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത കാഴ്ച തന്നെയായിരുന്നു കുറവന്റെയും കുറത്തിയുടെയും ഈ ശില്പം. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതിനുമപ്പുറം വിനോദസഞ്ചാരികളെല്ലാം അവരവരുടെ ക്യാമറകളിലേക്ക് ആ കാഴ്ചകളെല്ലാം പകർത്തുന്ന തിരക്കിലായിരുന്നു ഞാനടക്കം. അതിമനോഹരമായ ഒരു സായാഹ്ന ദൃശ്യവും എനിക്ക് എന്റെ ക്യാമറ കൊണ്ട് പകർത്തുവാൻ സാധിച്ചു. തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം അതിമനോഹരമായി തന്നെ നിർവഹിച്ചുകൊണ്ട് തിരികെയുള്ള സൂര്യന്റെ ആ മടക്കം കണ്ടു നിൽക്കാൻ തന്നെ അത്ര മനോഹരമായിരുന്നു. സമയം പോയതറിയാതെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ചിലവഴിച്ചതിനു ശേഷം ഇവിടെ നിന്നും ഞങ്ങൾ അന്ന് ഞങ്ങൾക്കായി കരുതിയിരുന്ന റൂമിലേക്കാണ് പോയത്. ഈ യാത്രയിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു നല്ല സായാഹ്നം. ഒരു ഡോർമിറ്ററി റൂമായിരുന്നു ഞങ്ങൾക്കായി ഞങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത്. അത് ഞങ്ങൾക്കൊരിക്കലും മറക്കുവാൻ കഴിയാത്ത അനുഭവം കൂടിയായിരുന്നു. ഒരു കുടുംബത്തിലെ എല്ലാവരും തന്നെ പല വീടുകളിലായി അണുകുടുംബമായി കഴിയുന്നവർ ഒന്നിച്ചപ്പോൾ എത്ര മനോഹരമായിരുന്നു എന്ന് വർണ്ണിക്കാൻ കഴിയാത്ത അത്ര മനോഹരം. ഭക്ഷണത്തിനു മുൻപ് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഒരുപാട് നേരം ചെലവഴിച്ചു. അതെല്ലാം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ നിമിഷമായിരുന്നു. അടുത്ത ദിവസം അതിരാവിലെ തന്നെ ഞങ്ങൾ വ്യൂ പോയിന്റിലേക്ക് പോയി. രാത്രി ഒട്ടേറെ ക്ഷീണിതരായിരുന്നതിനാൽ വ്യൂ പോയിന്റിലെ രാത്രി കാഴ്ച കാണുവാൻ ആരും തന്നെ പോയിരുന്നില്ല. യാത്രകൾ മനോഹരമാകുന്നത് ഒരിക്കലും നമ്മൾ പോകുന്ന പ്രദേശത്തിന്റെ മനോഹാരിത കൊണ്ട് മാത്രമല്ല എന്ന് വിശ്വസിക്കുകയാണ്. കാരണം നമ്മുടെ കൂടെയുള്ളവരും നമ്മുടെ മാനസികാവസ്ഥയും അതിനെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ക്യാമറയുമായി മുന്നിലോട്ട് ചെന്നപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വട്ടം കറങ്ങുന്നു ഒരു ചേച്ചി. യോദ്ധ സിനിമയിലെ അപ്പുക്കുട്ടൻ വഴി ചോദിക്കുന്ന അമ്മച്ചിയുമായി എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു ഈ ചേച്ചിക്ക്.
പരന്നിരിക്കുന്ന താഴ്വര, മാമലകളെ മഞ്ഞുമൂടിയിരിക്കുന്ന അതിമനോഹരമായ കാഴ്ച. കാറ്റാടി യന്ത്രത്തിന്റെ തൊട്ടടുത്ത് ചെന്ന് ക്യാമറയിലേക്ക് ആ ദൃശ്യങ്ങൾ പകർത്തി. തുടർന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനായി ഒരു ഹോട്ടലിൽ കയറി. ഞങ്ങൾക്കെല്ലാം വളരെ തൃപ്തികരമായിരുന്നു ആ ഭക്ഷണം. പിന്നീട് ഞങ്ങൾ ആനയിറങ്ങൽ ഡാമിലേക്കാണ് അവിടെ നിന്നും പോയത്. എത്ര നോക്കിയിട്ടും ആനയെ കാണാൻ കഴിയാത്തതിനാൽ നിരാശയോടെ ഞങ്ങൾ മടങ്ങി. വരാമെന്ന് ഉറപ്പു നൽകിയിട്ട് വരാത്ത കൂട്ടുകാരനെ നോക്കി നിൽക്കുന്ന ഭാവത്തിലായിരുന്നു കൂടെയുള്ളവരുടെ ആ നോട്ടം. പോകുന്ന വഴിയിലൂടെയെല്ലാം ആ നോട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഞങ്ങളുടെ ആ നോട്ടത്തിന് ഫലമുണ്ടായി. ഏക്കറിന്റെ കണക്കും ഇടയ്ക്ക് ആരൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. സ്ഥലം വാങ്ങാനാണോ എന്നറിയില്ല, കൂട്ടത്തിലുള്ള ആരൊക്കെയോ എത്ര ഏക്കർ വരുമെന്നെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതാ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ആ 6 ഗജവീരന്മാരെയും വീരത്തികളെയും. ആനയെ കാണാത്തവരെ വിളിച്ച് കാണിക്കുകയും ചെയ്തു. തുടർന്ന് ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു. ആനയെ കണ്ട് അവിടെ നിന്നു പോകും വഴിയാണ് മലയിൽ കള്ളൻ ഗുഹ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. റോഡരികിലെ പാറക്കെട്ടിൽ ആരംഭിച്ച് ഉള്ളിലേക്ക് നീളുന്ന ഇരുൾ നിറഞ്ഞ ഗുഹ കാണാൻ നിരവധി സഞ്ചാരികളാണ് എത്തുന്നത്. റോഡിൽ നിന്ന് 1 മീറ്ററോളം ഉയരത്തിലാണ് ഗുഹയുടെ പ്രവേശന കവാടം. ഗുഹയിലേക്ക് കയറാൻ ഇപ്പോൾ കോൺക്രീറ്റ് പടികൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. വിസ്താരം കുറവാണെങ്കിലും നല്ല ഉയരമുള്ളതാണ്. ഇത് ഒരു ചരിത്ര കഥയാണ്. പഴമക്കാർ പറഞ്ഞു വരുന്ന ഒരു ഐതിഹ്യം. ദേവികുളം ഗ്യാപ്പ് റോഡ് പാതയുടെ അരികിലായാണ് കള്ളൻ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. 1960കളിൽ മൂന്നാറിലെ തോട്ടം മാനേജർമാരായ സായിപ്പന്മാർക്കും തമിഴ്നാടുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്ന കച്ചവടക്കാർക്കുമെല്ലാം ഒരുപോലെ പേടി സ്വപ്നമായിരുന്നു പിടിച്ചുപറിക്കാരനായ തങ്കയ്യൻ. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് കൊരങ്കിണിയിലേക്കുള്ള പാതയായിരുന്നു മലക്കള്ളൻ തങ്കയ്യന്റെ പ്രധാന താവളം. ഇതുവഴി യാത്ര ചെയ്യുന്ന പണക്കാരെ കൊള്ളയടിച്ച് സമീപ ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന നല്ലവനായ കള്ളൻ. അയാളെ അവർ മലയിൽ കള്ളൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഒരു തവണ തങ്കയ്യനെ പോലീസ് പിടികൂടിയെങ്കിലും കബളിപ്പിച്ച് കടന്നുകളയുകയാണ് ചെയ്തത്. അന്ന് ഈ ഗുഹ വഴിയാണ് തങ്കയ്യൻ രക്ഷപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. ഇവയെല്ലാം സാധൂകരിക്കുന്ന തെളിവുകളോ ചരിത്രശേഷിപ്പുകളോ ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു കള്ളൻ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. പിന്നീട് ആ ഗുഹ അയാളുടെ പേരിൽ അറിയപ്പെട്ടു. അന്നത്തെ ആ യാത്ര എനിക്ക് വളരെയധികം സന്തോഷം നൽകിയ ഒരു യാത്ര തന്നെയായിരുന്നു. ഒരിക്കലും മറക്കുവാനും കഴിയാത്ത ഒരു നല്ല യാത്ര. ഇത്തരം യാത്രകൾ നമ്മുടെ ഉള്ളിലെ വിഷമങ്ങളെല്ലാം മറന്ന് സന്തോഷിക്കുവാൻ കഴിയുന്ന നല്ല നല്ല നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത്. ഇത്തരം യാത്രകൾ നമ്മുടെയെല്ലാം ജീവിതത്തിൽ വളരെ അനിവാര്യമാണ്. ഈ തിരക്കുകൾക്കിടയിൽ നമ്മളെല്ലാം ആസ്വദിക്കേണ്ടതും ഇത്തരം യാത്രകളാണ്. തനിയെ പോകുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ആയിട്ടുള്ള യാത്രകൾ. Thank you.